ഹലോ, നമുക്ക് 18th ചാപ്റ്ററിലേക്ക് പോയാലോ? 18th ചാപ്റ്ററിൻ്റെ പേരാണ് കിത്നി പ്യാരി ഹേ യേ ദുനിയ. അതായത് എത്ര സുന്ദരമാണ് ഈ ലോകം. ഈ കവിതയിൽ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് കുറേ കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ്. അതെന്തൊക്കെയാണെന്നാണ് ഈ കവിതയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? मुझे हवा प्यारी लगती है और सूरज और बारिश भी. എനിക്ക് ഹവ കാറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ സൂരജ് ഓർ ബാരിഷ് ബി സൂര്യനെയും മഴയെയും എനിക്കിഷ്ടമാണ്. मुझे धरती प्यारी लगती है और समुद्र और आसमान भी. എനിക്ക് ഈ ഭൂമി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ സമുദ്ര എന്ന് പറഞ്ഞാൽ കടൽ, ഓർ ആസ്മാൻ ബി ആകാശവും ഭയങ്കര ഇഷ്ടമാണ്. മുझे ചിടിയ പ്യാരി ലഗ്തി ഹേ. എനിക്ക് ചിടിയാം പക്ഷികളെ ഭയങ്കര ഇഷ്ടമാണ്. ഓർ അതുപോലെ തന്നെ ജാൻവർ ഓർ മച്ലിയാം ബി മൃഗങ്ങളെയും മീനുകളെയും ഭയങ്കര ഇഷ്ടമാണ്. मुझे फूल प्यारे लगते हैं और फल भी. എനിക്ക് പൂക്കളും പഴങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. मुझे अपनी किताबें अच्छी लगती है और अपने कपड़े अपने खिलौने भी. എനിക്കെൻ്റെ പുസ്തകങ്ങൾ വളരെ ഇഷ്ടമാണ്. അതുപോലെ എൻ്റെ ഡ്രസ്സുകളും പിന്നെ എൻ്റെ കളിപ്പാട്ടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡ്രസ്സുകളും ടോയ്സും ഒക്കെ ഇഷ്ടമാണ്. മുझे മാ ഓർ ബാപ്പു പ്യാരെ ലഗ്തേ ഹേ. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും ഭയങ്കര ഇഷ്ടമാണ്. ഓർ അപ്നെ ബായ് ഓർ ബഹൻ ബി അതുപോലെ എൻ്റെ സിസ്റ്ററിനെയും ബ്രദറിനെയും എനിക്കിഷ്ടമാണ്. മുझे സാരി ദുനിയ പ്യാരി ലഗ്തി ഹേ. എനിക്ക് ഈ ലോകം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഹോൾ വേൾഡ് ഇഷ്ടമാണ്. കണ്ടോ ഈ കുട്ടിയുടെ ഇഷ്ടങ്ങൾ? ഇതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും പല കാര്യങ്ങളും ഇഷ്ടമായിരിക്കും അല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നമുക്ക് എക്സസൈസിലേക്ക് പോവാം. बातचीत के लिए आपको इनमें से क्या क्या अच्छा लगता है और क्यों? അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഹവ കാറ്റ്, ബാരിഷ് മഴ, ഫൽ പഴങ്ങൾ, ഫൂൽ പൂവ്, ഖിലോനെ കളിപ്പാട്ടങ്ങൾ, ധർത്തി ഭൂമി. അപ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടം എന്ന് പറയുക. അതുകൂടാതെ അത് എന്തുകൊണ്ടാണ് ഇഷ്ടം എന്നുള്ളത് കൂടി നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ? इसके अतिरिक्त आपको क्या अच्छा लगता है? ഇനി ഈ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടം? നീച്ചെ ദിയേ ഗയേ വാക്യ കോ പൂരാ കീജിയേ. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. എന്താ സെൻറ്റൻസ്? മുझे अच्छे लगते हैं ഡാഷ്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടമെന്നാൽ ഈ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഐസ്ക്രീം, പിന്നെ പാല്, ബിസ്ക്കറ്റ്, പിന്നെ ചോക്ലേറ്റ്, അങ്ങനെ എന്ത് കാര്യങ്ങളാണോ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ ടോയ്സ്, നിങ്ങളുടെ കാറ്, അങ്ങനെ എന്ത് കാര്യങ്ങളാണോ ഇഷ്ടമുള്ളത് അത് ഈ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാം. अपने मित्रों से भी पूछिए कि उन्हें क्या अच्छा लगता है. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ചോദിക്കണം അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളതെന്ന്. कहानी में आए प्यारी शब्द पर गोला लगाइए और लिखिए. അപ്പോൾ ഈ തന്നിരിക്കുന്ന കവിതയിൽ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ചാപ്റ്ററിൽ പ്യാരി എന്ന ശബ്ദം എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അതിലൊക്കെ സർക്കിൾ ചെയ്യാം. എവിടെയൊക്കെയാണ് പ്യാരി വന്നിരിക്കുന്നത്? മുझे ഹവ പ്യാരി ലഗ്തി ഹേ പ്യാരി. പിന്നെ മുझे ധർത്തി പ്യാരി ലഗ്തി ഹേ ധർത്തിനെയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുझे ചിടിയ പ്യാരി ലഗ്തി ഹേ. മുझे ഫൂൽ പ്യാരെ ലഗ്തി ഹേ. നമുക്ക് പ്യാരി എന്ന വേർഡാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് പ്യാരെ വേണ്ട.
ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ചാപ്റ്ററിൽ നോക്കി എവിടെയൊക്കെയാണോ പ്യാരി വരുന്നത് അതിലൊക്കെ സർക്കിൾ ചെയ്യാം. ഓർ ലിഖിയേ, അതെ, ഇവിടെ കുറച്ച് ഗ്യാപ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പ്യാരി എന്ന് ഈ 3 സ്ഥലങ്ങളിലും എഴുതണം. ഓക്കെ, അത് എഴുതി പഠിക്കാൻ വേണ്ടിയാണ്, നിർബന്ധമായിട്ടും എഴുതണം. शब्दों का खेल. अपने शिक्षक की सहायता से नीचे दिए गए शब्दों को पढ़िए. पहली ध्वनि पहचानिए. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പേരുകളും എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ പേരുകളൊക്കെ ഉറക്കെ വായിച്ച് നോക്കുക. എന്നിട്ട് അതിന് ഫസ്റ്റ് ലെറ്റർ എന്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് പിക്ചറാണ്. എന്താണിത്? ഇതൊരു ബോ ആണ്. ബോയ്ക്ക് പറയുന്ന പേരാണ് ധനുഷ്. ധനുഷ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഏതാ? ധ. അടുത്തത് പൂവാണ്. പൂവിന് എന്താ പറയുക? ഫൂൽ. ഫൂൽ. അപ്പോൾ എന്താ ഫസ്റ്റ് ലെറ്റർ? ഫ. ഫ. അടുത്തത് ഖേൽ. ഖേൽ എന്ന് പറഞ്ഞാൽ പ്ലേ, കളിക്കുക, കളിക്കുന്നതിനാണ് ഖേൽ എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ എന്താ? ഖ. അടുത്തത് ഫൽ. പഴങ്ങൾക്കാണ് ഫൽ എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഫ. ഖിലോന. ഖിലോന എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ ആണ് ഘ. ഖ. घ, फ और ध की ध्वनियों वाले अन्य शब्द बताइए. ये ध्वनियों शब्द में कई भी हो सकती है. അപ്പോൾ നിങ്ങൾ വേറെ കുറച്ച് വാക്കുകളും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ ഘ, ഫ, ധ എന്നീ അക്ഷരങ്ങൾ വരണം. അത് ഫസ്റ്റ് ലെറ്റർ ആവണമെന്നൊന്നും നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഫ ഉപയോഗിച്ച് സാഫ്, മാഫ് എന്നീ വാക്കുകൾ എഴുതാം. അതേപോലെ ധ ഉപയോഗിച്ചിട്ട് ധർത്തി, ധീമ. ധീമ എന്ന് പറഞ്ഞാൽ സ്ലോ, ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, സാഫ് എന്ന് പറഞ്ഞാൽ ക്ലീൻ, മാഫ് എന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുക്കുക, ഫോർ ഗീവിങ്. പിന്നെ ഖ വെച്ചിട്ട് ഖാന. ഖാന എന്ന് പറഞ്ഞാൽ ഫുഡ്. പങ്ഖ. പങ്ഖ എന്ന് പറഞ്ഞാൽ ഫാൻ. ഇത് എക്സാമ്പിളാണ്. നിങ്ങൾക്കിതുപോലെ വേറെ ഏത് വാക്കുകൾ വേണമെങ്കിലും എഴുതാം. ഹരി ബരി ദുനിയ. നല്ല പച്ചപ്പ് നിറഞ്ഞ ലോകം. ഈ ചിത്രത്തിൽ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, മരങ്ങളും പർവ്വതങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്കൊരു ചെറിയ കഥ പറയാമോ? ഇനി ഈ ചിത്രം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ എന്തൊക്കെയാ പോകുന്നതെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യാമോ? അതുപോലെ ചെറിയ ചെറിയ ഹിന്ദി വാക്കുകളും സ്വന്തമായി ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഈ തന്നിരിക്കുന്ന മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ പേരുകൾ എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കണം കേട്ടോ. ഇവിടെ വലിയ മലകളുണ്ടല്ലേ? മലകൾക്ക് ഹിന്ദിയിൽ പറയുന്ന പേരാണ് പഹാഡ്. പിന്നെ എത്രയാ മൃഗങ്ങളുള്ളത്? ഗായ്, പശു, ഘോഡ. ഘോഡ എന്ന് പറഞ്ഞാൽ ഹോഴ്സ്. ബാസ്. ബാസ് എന്ന് പറഞ്ഞാൽ ബഫല്ലോ. മോർ. മോർ എന്ന് പറഞ്ഞാൽ മയിൽ. മോർണി. മോർണി പീഹൻ ആണ്. പിന്നെ ഈ മരത്തിന് മുകളിലാരാ? തോത്തേ. തോത്തേ എന്ന് പറഞ്ഞാൽ തത്തകൾ, പാരറ്റ്സ്. പിന്നെ പേട്, മരം. മുർഗി. മുർഗ എന്ന് പറഞ്ഞാൽ കോഴി. ബതക്. ബത്തക് എന്ന് പറഞ്ഞാൽ താറാവ്. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളും താറാവിൻ്റെ കുഞ്ഞുങ്ങളും. ഖർഗോഷ്. ഖർഗോഷ് എന്ന് പറഞ്ഞാൽ റാബിറ്റ്. താലാബ്. താലാബ് എന്ന് പറഞ്ഞാൽ ഈ കുളം, പോണ്ടിനാണ് പറയാം. ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ചെറിയ ചെറിയ വളരെ ചെറിയ സെൻറ്റൻസുകൾ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അടുത്തത് ശബ്ദോं का खेल. ചിത്ര പഹചാൻ കർ നാം ലിഖിയേ. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേരെഴുതാൻ പറ്റുമോ?
നമ്മൾ മുമ്പത്തെ ചിത്രത്തിൽ ഇതിൻ്റെയൊക്കെ പേരുകൾ കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഒന്ന് വേഗം നോക്കിയേ എന്തൊക്കെയായിരുന്നു. എന്നിട്ട് ഓരോന്നിൻ്റെയും പേര് ഇവിടെ അടിയിൽ ഫില്ല് ചെയ്യാം. നോക്കാം അല്ലേ? ആദ്യത്തെ ചിത്രമാണ് മോർ. അടുത്തത് തോത്ത. പാരറ്റിന് പറയാ തോത്ത. റാബിറ്റ് ഖർഗോഷ്. ഹോഴ്സ് ഘോഡ. അപ്പോൾ ഈ പേരുകൾ എങ്ങനെയാണ് എഴുതുക, ഏതൊക്കെ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അതേപോലെ ഇത് വായിക്കാനും പഠിക്കണം. ചിത്ര ദേക്കർ നാം ബത്തായേ ഓർ പഠനെ കാ പ്രയാസ് കീജിയേ. ഇവിടെ ചിത്രങ്ങളിൽ ഓരോ ചിത്രത്തിനും അതിൻ്റെ അടിയിൽ അതിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഉറക്കെ വായിക്കുക. എന്തൊക്കെയാണ്? ആദ്യമായി കൗ. കൗനെന്താ പറയുക? ഗായ്. ഗായ്. വൻ. വൻ എന്ന് പറഞ്ഞാൽ കാട്, ഫോറസ്റ്റിനാണ് വൻ എന്ന് പറയുന്നത്. വർഷ. വർഷ എന്ന് പറഞ്ഞാൽ മഴ. മഴയ്ക്കാണ് വർഷ എന്ന് പറയുക. ധനുഷ്. ധനുഷ് എന്ന് പറഞ്ഞാൽ ബോ. അമ്പും വില്ലും എന്ന് പറയില്ലേ? അപ്പോൾ വില്ലിനാണ് ധനുഷ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഇനി ഒരു ചാപ്റ്ററും കൂടിയേ ഉള്ളൂ. ലാസ്റ്റ് ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.